പോലീസ് തടഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. കർണാടകയിൽ വാഹനാപകടത്തിൽ 13 മരണം. അപകടം ഹവേരിയിൽ ട്രക്കിലേക്ക് മിനി ബസ് ഇടിച്ചു കയറി. മരിച്ചത് ഭദ്രാവതി സ്വദേശികളായ തീർത്ഥാടകർ. തൃശൂർ മണലൂരിൽ വാഹനാപകടത്തിൽ ഇരുചക്ര വാഹന യാത്രക്കാരന് പരിക്ക്. മണലൂർ സ്വദേശി കുന്നത്തുള്ളി ബാലകൃഷ്ണനാണ് പരിക്കേറ്റത്. പിറകിൽ നിന്ന് വേഗത്തിലെത്തിയ വാഹനം ബാലകൃഷ്ണൻ സഞ്ചരിച്ച ബൈക്കിനിടിക്കുകയായിരുന്നു. ഇടുക്കി ഏലപ്പാറ വാഗമൺ പാതയിൽ വാഹനാപകടം. ബോണാമിക്ക് സമീപം സ്കൂൾ ബസും KSRTC ബസും കൂട്ടിയിടിച്ചു. വിദ്യാർത്ഥികൾക്കും KSRTC യാത്രക്കാർക്കും പരിക്ക്. ആലുവ പറവൂർ റോഡിൽ വാഹനാപകടത്തിൽ ഒരു മരണം. മരിച്ചത് തട്ടാമ്പടി സ്വദേശി മോഹനൻ. മരുന്ന് വാങ്ങാൻ പോകുന്നതിനിടെ നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചാണ് അപകടം. തിരുവനന്തപുരം കാട്ടാക്കട KSRTC ഡിപ്പോയിൽ വിദ്യാർത്ഥികൾക്ക് മർദ്ദനം. 20 അംഗ സംഘമാണ് മർദ്ദിച്ചത്. മർദ്ദനമേറ്റത് RMP കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ അനു, ശ്രീറാം, ആദിശ് എന്നിവർക്ക്. കോഴിക്കോട് പനിയെ തുടർന്ന് ഒരു മരണം. മരിച്ചത് താമരശ്ശേരി സ്വദേശി ശ്രീജ. കഠിനമായ വയറുവേദനയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അന്ത്യം സംഭവിക്കുകയായിരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ ചവിട്ടിയ ഒരാൾ മരിച്ചു. മരിച്ചത് കൈത്തൂർ വിളാക്കത്ത് വീട്ടിൽ ബാബു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് ചന്ദ്രഗിരി പാലത്തിൽ നിന്നും പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് രവണീശ്വരം മുക്കൂട് സ്വദേശി അജേഷ്. മൃതദേഹം കണ്ടെത്തിയത് ചെമ്പരിക്ക കല്ലംവളപ്പിലെ കടപ്പുറത്ത്. മലപ്പുറം വളാഞ്ചേരിയിൽ മലിനജലം റോഡിലേക്ക് ഒഴുകുന്നു. നാട്ടുകാരും കാൽനട യാത്രക്കാരും കച്ചവടക്കാരും ദുരിതത്തിൽ. പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന ആവശ്യം. തൃശൂർ അരിമ്പൂരിൽ ജൂൺ 30 വയോജന സൗഹൃദ സംഗമം സംഘടിപ്പിക്കും. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. മുരളി പെരുന്നല്ലി MLA അധ്യക്ഷനാകും. സംഗമത്തിൽ വിവിധ പദ്ധതികൾക്കും രൂപം നൽകും.